ലോകകപ്പ് അങ്ങനെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പോയ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗിഫ്റ്റി ഗ്രേഷ്യസ് ഫുട്ബോൾ താരം നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഗിഫ്റ്റി, സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ഈ ആദ്യം ഞാൻ കഴിഞ്ഞ മത്സരത്തിന്റെ റൗണ്ടിന്റെ ഒരു കാര്യം ചോദിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് ജേഴ്സിയിലാണല്ലോ. എന്താണെങ്കിലും ഏറ്റവും ബെസ്റ്റായി നിന്ന ടീം, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടീം എന്ന് ഗിഫ്റ്റി കരുതുന്നത് ഏത് ടീമാണ്? ഇന്നലെ തന്നെ മാച്ച് നോക്കിയത് കാപ്പവരുടെ ഒരു ബെസ്റ്റ് ടീമായിട്ട് ഞാൻ കരുതും. ഈ ടൂർണമെന്റിൽ തന്നെ അവർ ആകെ ഒരു തോൽവി വഴങ്ങിയത് അർജന്റീനയോട് മാത്രമാണ്. അവരെ മൊത്തമുള്ള പെർഫോമൻസ് നോക്കിയാൽ വേൾഡ് ചാമ്പ്യന്മാരെ സ്പെയിനെ തോപ്പിച്ചു, അത് സമനില, അതുപോലെ തന്നെ ഉറുഗ്വയായിട്ട് സമനില. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ ഒരു അട്ടിമറി നടത്തേണ്ട ഒരു ടീമായിരുന്നു. പക്ഷെ നിർഭാഗ്യമാണ്, ഫുട്ബോളാണ്, എന്ത് സംഭവിക്കുക. അപ്പൊ അങ്ങനെയാണ് അവർ തോറ്റ് പുറത്തു പോകുന്നത്. ഒരു അടുത്ത വേൾഡ് കപ്പിലോട്ട് എല്ലാ ടീമിനും ഒരു പേടി സ്വപ്നമായിരിക്കാം. എന്തുകൊണ്ട് ഫ്രാൻസിന് പറഞ്ഞില്ല ഗിഫ്റ്റി? ഫ്രാൻസ് ഒക്കെ സ്ഥിരമായിട്ടൊരു വരുന്ന ടീമുകളാണ്. അപ്പോ ഇതൊരു ചെറിയ രാജ്യം ഇത്രയും വന്ന് സൃഷ്ടിക്കണമെങ്കിൽ ഒരു വലിയ പേരായിട്ട പ്ലേയേഴ്സുകളില്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ടീമുകളാണ്. ഇത്രയും വലിയ ലോകത്തിലെ നമ്പർ 1 ടീമാണ് അർജന്റീന. അർജന്റീനയിൽ തന്നെ വന്ന് ഇത്രയും പിടിക്കണമെങ്കിൽ അവർക്ക് അത്രമാത്രം ഒരു ഡെഡിക്കേഷൻ ആൾക്കാർക്കും ഇല്ലാണ്ട് ഒരിക്കലും സാധിക്കില്ല. ഫ്രാൻസിന് നോക്കിയാൽ മതി, ഇപ്പോൾ ലോകത്തിൽ തന്നെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. കെയ്ലിൻ എംബാപ്പെ ഉണ്ട്, ഇഷ്ടം പോലെ കളിക്കാരുണ്ട്. ഡെബല്ലെ, അതുപോലെ തന്നെ ഒലീസിയോ, അങ്ങനെ ഇഷ്ടം പോലെ പേര് കേട്ട പ്ലേയേഴ്സ് ആണ് ഫ്രാൻസിലൊക്കെ ഉള്ളത്. അപ്പോ അവരെ സംബന്ധിച്ചപ്പോ എല്ലാ വർഷങ്ങളിലും അവരിങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു ടീമുകൾക്ക്, ഒരു വലിയ ടീമുകളുടെ അടുത്ത് ഇത്രയും പിടിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ അവർ കുറച്ചും കൂടി നന്നായി വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. റൈറ്റ്, നമ്മൾ ഇനി നേരെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് തന്നെ പോകാം. ഗിഫ്റ്റി പറഞ്ഞ പോലെ ഫ്രാൻസിൽ തന്നെ തുടങ്ങുകയാണ് ഫ്രാൻസ് പരാഗ്വേ മത്സരം. അതിനു മുമ്പ് മൊറോക്കോ പോരാട്ടമുണ്ട് കാനഡയ്ക്കെതിരെ. എങ്കിൽ പോലും ഫ്രാൻസ് മത്സരമാണല്ലോ നമ്മൾ ഇന്ന് ഉറ്റുനോക്കുന്നത്. ഈ വലിയ ചൂട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദ്വിതീയ ദശാംശം പറയുന്നത് അത് പാരഗ്വേക്കും അതേ എഫക്റ്റ് തന്നെ ഉണ്ടാക്കും. ഈ കാലാവസ്ഥാ സാഹചര്യം 100 ഫാരൻഹീറ്റ് 90 ഫാരൻഹീറ്റ് വരെയൊക്കെ അത് ഉയരുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അപ്പോൾ എന്താണെങ്കിലും ചൂടിന് അപ്പുറത്തേക്ക് ഒരു മത്സര ചൂടുണ്ട് ആ ഫ്രാൻസ് പാരഗ്വേ പോരാട്ടത്തിൽ. ഇതുവരെയുള്ള ഫ്രാൻസിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പാരഗ്വേ അത്ര വലിയ എതിരാളിയാകുമെന്ന് കരുതാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുത്തരായി ജർമ്മനിയെ തോപ്പിച്ചിട്ടാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജർമ്മനിയെ അട്ടിമറിക്കും എന്നുള്ളത്. അപ്പൊ ആ ജർമ്മനി ഈ വേൾഡ് കപ്പിൽ തുടക്കം തന്നെ 7 ഗോളുകൾ അടിച്ചാണ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ജർമ്മനി നല്ല ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് റൗണ്ട് ഓഫ് 32 ഒരു അട്ടിമറി വിജയം പരവ് നേടുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. ഏത് ടീമും ഏത് വലിയ ടീമിനെ അടിക്കാൻ കഴിയും. ഇപ്പൊ അങ്ങനെയാണ്, ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല ഫുട്ബോൾ, ഈ ഒരു വേൾഡ് കപ്പ് പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസ് നല്ല ടീമാണ്. എംബാപ്പെ ഫോമാണ്, അതുപോലെ തന്നെ ഡെബല്ലെ ഫോമാണ്. ഇറങ്ങുന്നവർ ആരായാലും, ബാർക്കോളെ ആണെങ്കിലും ഒലീസി ആണെങ്കിലും, അവർ പേര് കേട്ട നേരെ എല്ലാവരും നല്ല ഫോമിലാണ്. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ അത്ര എളുപ്പമാവില്ല ഒരിക്കലും. ഇപ്പൊ ഓരോ മത്സരങ്ങളും നല്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് നോക്കൌട്ടിലെത്തുന്ന ഏത് ടീമും മറ്റൊരു സംഘത്തെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഗിഫ്റ്റി സൂചിപ്പിച്ചതുപോലെ. ഈ ഫ്രാൻസിന്റെ സംഘത്തിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തൊരു വളരെ ക്ലിനിക്കലാണ് അവർ ഇതുവരെയുള്ള പോരാട്ടം നോക്കുമ്പോൾ. ഇപ്പോൾ അർജന്റീന കേപ്പ് വെർഡെക്കെതിരെ ഒന്ന് വിയർത്തു. ബ്രസീൽ ആദ്യ മത്സരങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ഭേദമായിട്ട് രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ ഫ്രാൻസ് ആദ്യ മത്സരം മുതൽ തന്നെ ഏറെക്കുറെ ഒരു കമ്പോസ്ഡ് കാമായി തന്നെ നീങ്ങുന്ന ഒരു സംഘമല്ലേ? അവർക്ക് അത്രമാത്രം തലവേദനകളുണ്ടോ ഈ ടൂർണമെന്റിൽ? ഇല്ല, ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ടീമിലൊന്നാണ് ഫ്രാൻസ്. കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ്. അപ്പോൾ അവരുടെ പ്ലേയേഴ്സ് വെച്ചിട്ട് നമ്മൾ ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വലിയൊരു വെല്ലുവിളി ആവില്ല. പക്ഷെ ഇപ്പോഴത്തെ കളികൾ പോകുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്രാൻസിൽ ഇപ്പോൾ നോക്കിയാൽ മതി, എംബാപ്പെ 6 ഗോളായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഡെമ്പല്ലെ 4 ഗോൾ അടിച്ചു. ഇപ്പോൾ ഒലീസി ആണെങ്കിൽ 5 അസിസ്റ്റ് ആയിട്ടാണ് ടീമിന്റെ ഒരു മിഡ്ഫീൽഡ് മജീഷ്യൻ പോലെയാണ് നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇറങ്ങുന്നവരാണെങ്കിലും ബാർക്കോളെ ആണെങ്കിലും 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ആര് വന്നാലും അവർക്ക് വളരെയധികം ഡേഞ്ചർ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. എപ്പോ വേണമെങ്കിൽ കളി ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സാണ് ഈ ഫ്രാൻസ് നിരയിലുള്ളത്. അത് വെച്ച് നോക്കും. പക്ഷെ പരാഗ്വേ അത്ര വലിയ ടീമല്ല, ഒരു ആവറേജ് പ്ലേയേഴ്സ് കൊണ്ടാണ് കളിക്കുന്നത്. പക്ഷെ അവര് ആ കളി മുഴുവനായിട്ട് ഒരേ സ്പിരിറ്റിലാണ് കളിക്കുന്നത്, ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറുകളാണ്. അതാണ് എന്നാലും അപ്പോൾ ഒരു ഫ്രാൻസിന് നേരിയ എഡ്ജ് നൽകുന്നു ഗിഫ്റ്റി ലാസ്റ്റ് അതൊരു എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എന്താണ് കരുതുന്നത്? സ്കോർ കാർഡ് 90 മിനിറ്റിൽ തന്നെ ഒരു ഡിസിസീവ് ആകുമോ, അല്ലെങ്കിൽ ഫൈനൽ ജേതാവ് ഇന്ന ആളെന്ന് 90-ാം മിനിറ്റിൽ അവർക്ക് അറിയാൻ കഴിയുമോ?
കളി എന്തായാലും 90 മിനിറ്റ് തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഫ്രാൻസിന് എളുപ്പത്തിൽ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഫ്രാൻസ് തന്നെ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോ ഏറ്റവും മികച്ച ടീമിനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. എന്തായാലും അവർ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഫ്രാൻസ് തന്നെ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസിന്റെ അത്രയും അറ്റാക്കിംഗ് നിര അറിയാലോ, എത്രമാത്രം ഡേഞ്ചർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേൾഡ് കപ്പിൽ. അപ്പോ എന്തായാലും ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത. പക്ഷെ അത്ര ഈസി ആവില്ല. ഇപ്പോ ഇന്നലെ തന്നെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അർജന്റീന ഇത്രയും ബുദ്ധിമുട്ടിലോട്ട് എത്തും എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ മത്സരം ആ കളി തുടങ്ങി കഴിഞ്ഞ പിന്നെയാണ് ഗോൾ വന്നതിന് ശേഷമാണ് കളി മൊത്തം ചേഞ്ച് ആയി. ഒരു 1-1 ആയതിനു ശേഷം മൊത്തം കളി കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലോട്ട് മാറി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇത് നമ്മളെ ഒരു ഫുട്ബോൾ വിലയിരുത്തുന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്ര പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷെ ഒരു ടീമായിട്ട് കളിക്കുന്നത് ഒരു വേറെ രീതിയിലോട്ടാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ എന്തായാലും ഗിഫ്റ്റി പറഞ്ഞതിലേക്ക് തന്നെ പോവുകയാണ്. അർജന്റീന കേപ്പ് വെർഡെ അല്ലെങ്കിൽ കാബോ വെർഡെ മത്സരത്തിലേക്ക് സാമാന്യമായിരുന്നു കേപ്പ് വെർഡെയുടെ പ്രകടനം. ഏറെക്കുറെ അത് തോറ്റുവെങ്കിൽ പോലും ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കിയാണ് കേപ്പ് വെർഡെ മടങ്ങിയത്. അർജന്റീന ആരാധകർ പോലും മറ്റൊരു ടീമായിരുന്നെങ്കിൽ കേപ്പ് വെർഡെ ടൂർണമെന്റിൽ തുടരണമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. കാരണം അത്രമാത്രം അവർ ഇഷ്ടം നേടി, ഇഷ്ടം സമ്പാദിച്ചാണ് അവർ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. 40-കാരൻ അമരത്ത് നിൽക്കുന്ന ഒരു സംഘം, ലോകകപ്പിൽ ആദ്യമായി എത്തിയ ഒരു ടീം, അവർ ഇങ്ങനെ മുന്നിലേക്ക് കയറിപ്പോകുമെന്ന് ആര് വിചാരിച്ചു, ആര് കരുതി? ഗിഫ്റ്റി, ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് ഏതായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് അവരുടെ ഒരു രണ്ടാമത്തെ ഗോൾ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അർജന്റീന 2-1 നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം എക്സ്ട്രാ ടൈമിലാണ്, ഇഞ്ചുറി ടൈമിലാണ്, നമ്മൾ ഏകദേശം ജയം ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് അവരുടെ രണ്ടാമത്തെ ഗോൾ വരുന്നത്. അതൊരിക്കലും മാർട്ടിനസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഗോൾ. അതിനുശേഷം നല്ല അറ്റാക്കുകളാണ് അവർ ചെയ്തത്. അതാണ് എനിക്കൊരു ആ കളിയിലെ ഒരു ടേണിംഗ് പോയിന്റ്. 2-2 നിൽക്കുന്ന ഒരു മത്സരം. പിന്നെ അതിനുശേഷം ഒരു എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൂടി ഉള്ളൂ. അതൊരു ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഓരോ അർജന്റീന ആരാധകർക്കും അറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ട് ആയിട്ടുണ്ടെന്ന്. ഈ അർജന്റീനയുടെ ചില കാര്യങ്ങൾ കൂടി എക്സ്പോസ് ചെയ്തല്ലേ കേപ്പ് മടങ്ങുന്നത്. കാരണം അർജന്റീനയുടെ വിങ്ങർമാർ, വിങ്ങിലൂടെയുള്ള ക്രോസുകൾ വരുന്നില്ല, ഡിഫൻസിൽ ചില പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു വിങ്ങിലൂടെയുള്ള അറ്റാക്കുകൾ, ക്രോസുകൾ സെന്ററിലേക്ക് ലയണൽ മെസ്സിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ ലൗതാരൊക്കെ കിട്ടുന്നില്ല. അത് തന്നെയല്ലേ അർജന്റീന നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം ഇനിയുള്ള പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ? അതിപ്പോ മത്സരം ഇപ്പോ നടന്നോണ്ട് ഓരോ മത്സരങ്ങൾ ഓരോ രീതിയിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മത്സരം കൊണ്ട് ഒരിക്കലും ഒരു ടീമിനെ വിലയിരുത്തി പറ്റൂല. ഇന്നിപ്പോ ഇച്ചിരി മോശമായാലും പക്ഷെ നാളെ ചിലപ്പോൾ അവർ വേറെ രീതിയിലായി കളിക്കുക. ഓരോ ദിവസം ഓരോ പ്ലേയേഴ്സിന്റെ ആണ്. അപ്പൊ കൂടുതൽ നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ മെസ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്, മെസ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അർജന്റീന മുഴുവൻ കളിയും പോകുന്നത്. അപ്പോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിങ്ങിലൂടെയുള്ള കളികൾ കുറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ മെസ്സിനെ ഫോക്കസ് ചെയ്താണ്. മെസ്സി എവിടെ ഉണ്ടോ അവർക്ക് മെസ്സിക്ക് ബോൾ എത്തിക്കാനാണ് മാക്സിമം നോക്കുന്നില്ലാവരും. പിന്നെ മെസ്സിയാണ് അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെസ്സി പോലും ഇന്ന് കഴിഞ്ഞ മത്സരങ്ങളിനേക്കാൾ വ്യത്യസ്തമായ ഒരുപാട് പിന്നിലേക്ക് ഇറങ്ങി സ്വയം പന്തെടുത്തിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും. അപ്പൊ കളി അധികം മുന്നോട്ട് പോവാത്ത ചില സിറ്റുവേഷനുകൾ വന്നു. കളി നമുക്ക് മുന്നോട്ട് എത്തുന്നില്ല. കളി ആ ബാക്കിൽ തന്നെ നിൽക്കുന്ന കുറെ സമയങ്ങൾ വന്നായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് മെസ്സിനെ താഴ്ത്ത് വന്ന് സ്വന്തമായിട്ട് ട്രിപ്പിൾ ചെയ്ത് പോയി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അർജന്റീനയുടെ ബാക്കി പ്ലേയേഴ്സ് ഒന്നും അത്ര ഫോമിലോട്ട് മുഴുവനായിട്ട് വന്നിട്ടില്ല. ഇപ്പോ ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ മെസ്സി ആണ് ഇപ്പോ അവരുടെ ഒരു നമ്മുടെ ടീമിന്റെ ഒരു എഞ്ചിൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ 7 ഗോളോടെ മെസ്സി മാത്രമേ 2 പേരെ കണ്ട ഗോൾ അടിച്ചിട്ടുള്ളൂ. 3 പേര്, മൊത്തം 3 പേരാണ് ഗോൾ അടിച്ചിട്ടുള്ളൂ അർജന്റീനയ്ക്ക് വേണ്ടി. മെസ്സിയാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. പിന്നെ മാർട്ടിനസും ഒരാൾ കൂടിയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗോൾ സ്കോറിംഗ് സാധാരണ ജൂലിയൻ അൽവാരസ് അടിക്കും, അല്ലെങ്കിൽ ലൗട്ടാരോ മാർട്ടിനസ് അടിക്കും. അപ്പൊ അങ്ങനെ സ്കോറർമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ വർഷം പതിവിനെ വളരെ കുറവാണ്. അപ്പൊ അതും ഒരു പ്രശ്നമാണ് മുന്നോട്ടുള്ള ഇതിലോട്ട്. മെസ്സിയെ കേന്ദ്രീകരിച്ചാണ് അർജന്റീനയുടെ ഓരോ നീക്കങ്ങളും എന്നുള്ളത്. എന്നാലും ഗിഫ്റ്റി, താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മൾ മറ്റു ചില ലോക വിശേഷങ്ങളിലേക്ക് കൂടി പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ് ഫുട്ബോളം. എന്നാലും വീണ്ടും പല ദിവസങ്ങളിലും ഗിഫ്റ്റി നമ്മോടൊപ്പം ചേരും ലോകകപ്പിന്റെ വിലയിരുത്തലുകളുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.